അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. കഷ്ടത അനുഭവിക്കുന്നവർക്ക് അല്ലാഹു അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് തുറവി പ്രദാനം ചെയ്യുമാറാകട്ടെ. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ചിലത് നേരിട്ട് കണ്ടതാണ്, വേറെ ചിലത് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അയാളുടെ കണ്ടെത്തലുകൾ, അതല്ലെങ്കിൽ അയാളുടെ വളർച്ച, അതല്ലെങ്കിൽ ഒരു സ്വഭാവരംഗത്തുള്ള എന്തെങ്കിലും സവിശേഷത, ഇങ്ങനെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഈ ലോകത്തെ ഒരു വലിയ അത്ഭുത പ്രതിഭാസമാണ് വിശ്വാസികൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്,
അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്ന്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായത്, അവന് ഖൈറായത്, ഗുണമായ കാര്യങ്ങളാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്കല്ലാതെ ഒരിക്കലും ഇത് ഉണ്ടാവുകയില്ല. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു. ഇൻ അസ്വാബതുഹു സറ, അവൻ എന്തെങ്കിലും ഒരു സന്തോഷകരമായ ആനന്ദം നൽകുന്ന ഒരു നല്ല കാര്യമാണ് സംഭവിച്ചതെങ്കിൽ അവൻ ശക്കറ, അതിന് നന്ദി കാണിക്കും. നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് തന്നത് എന്ന് തിരിച്ചറിയുകയും അതിലൂടെ റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കാൻ അവൻ തയ്യാറാവുകയും ചെയ്യും. വകാന ഖൈറൻ ലഹു, അത് അവന് ഗുണമാണ്, അവന് നേട്ടമാണ്. വൈൻ അസ്വാബതുഹു ദർറാ, ഇനി ഒരു പ്രയാസകരമായ കാര്യമാണ്, ഒരു കഷ്ടപ്പാടാണ് അവൻ ഉണ്ടാകുന്നതെങ്കിൽ സ്വബറ, അവൻ അതിൽ ക്ഷമ കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഗുണമാണ്. ക്ഷമ കാണിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആശ്വാസത്തിൻ്റെ കാര്യത്തിൽ, നഷ്ടപ്പെട്ടതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ക്ഷമ അവൻ കാണിക്കും. അത് അവന് ഖൈറായിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇത് വിശ്വാസിക്കു മാത്രം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ജീവിതത്തിൽ പലപ്പോഴും പല സന്തോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വേദനയും സങ്കടവും ഉണ്ടാകുന്ന ചില കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു പ്രയാസം നേരിടുന്നിടത്ത് ക്ഷമിക്കാനാവുക? ക്ഷമിക്കുമ്പോഴാണ് ആ വിശ്വാസി ഒരു അത്ഭുതമായി മാറുന്നത്. എങ്ങനെ നമുക്ക് സങ്കടമാകുന്ന ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്ഷമിക്കാനാവുക? അതിലേറ്റവും പ്രധാനം, നമുക്ക് ക്ഷമയുണ്ടാകണമെങ്കിൽ ഒന്നാമതുണ്ടാകേണ്ട കാര്യം അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസം നമുക്കുണ്ടാവുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 64-ാം അധ്യായം സൂറത്തു തഗാബുനിൻ്റെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, മനുഷ്യന് ഒരു പ്രയാസവും ഒരു മുസീബത്തും ബാധിക്കുന്നില്ല, ഇല്ലാ ബിഇദ്നില്ലാഹ്, അത് പടച്ചോൻ്റെ ഒരു തീരുമാനപ്രകാരമല്ലാതെ, അല്ലാഹ് തീരുമാനിച്ചത് കൊണ്ടല്ലാതെ ഒരു മുസീബത്തും നമുക്കുണ്ടാകുന്നില്ല എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, അപ്പോൾ ആരാണോ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാക്കുന്നത് അവൻ്റെ ഹൃദയത്തെ ഞാൻ നേർവഴിയിലാക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, എന്തൊരു പ്രയാസം ഉണ്ടാകുമ്പോഴും അത് പടച്ചവൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അതിനെ ഉൾക്കൊണ്ട് ആരാണോ തൻ്റെ വിശ്വാസത്തെ ശരിയാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിന് ഈമാൻ നൽകി നേർവഴിയിലാക്കുമെന്നാണ്. നമ്മുടെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖളായിലും ഖദറിലുമുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. ഖദറിലുള്ള നമ്മുടെ വിശ്വാസം ശരിയാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഉഹദ് പർവ്വതത്തോളം സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്താലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല, ഖദറിലുള്ള അവൻ്റെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ എന്നാണ്. അതുകൊണ്ട് ഏതൊരു കാര്യവും അത് അള്ളാഹിൻ്റെ തീരുമാനമാണ് നടക്കുന്നത് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാനാവുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ശരിയായ ധാരണ നമുക്കുണ്ടാകണം. ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് ഗൾഫിക്ക് ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള അറിവും നേടി അതെന്തൊക്കെയാണ്, എന്താണ് എനിക്കവിടെ ചെയ്യാനുള്ളത് എന്ന ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്
അയാൾ ആ ജോലിക്ക് പോകുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ജോലി ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കയറിയിട്ട് അവിടെ എത്തിയിട്ടാണ് ഓരോ കാര്യത്തെക്കുറിച്ച് അയാൾ അറിയുന്നതെങ്കിൽ ഓരോ നിമിഷവും അയാൾക്ക് പ്രയാസമായിരിക്കും. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ദുനിയാവിലേക്ക് വന്നു. ഈ ദുനിയാവിലെ ജീവിതം എങ്ങനെയായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങൾക്ക് ഭയമുണ്ടാകുന്ന കാര്യം കൊണ്ട്, വിശപ്പ് കൊണ്ട്, നിങ്ങളുടെ സമ്പാദ്യത്തിൽ കുറവ് വരുന്ന കാര്യങ്ങൾ കൊണ്ട്, നിങ്ങളിൽ നിന്ന് ആളുകളുടെ ശരീരത്തിൽ കുറവ് വരിക, അതുപോലെ തന്നെ കായികനികൾ കുറവ് വരിക തുടങ്ങിയ വിഷയങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരിസ് സ്വാബിരീൻ, ആ സമയത്ത് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് ക്ഷമിക്കുന്നവരുടെ അടയാളം? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അവർക്കൊരു പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അവനിലേക്ക് മടങ്ങുന്നവരാണെന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സഹോദരങ്ങൾ അള്ളാന്റെ പ്രഖ്യാപനം? ചിലപ്പോഴൊക്കെ എവിടെങ്കിലുമൊക്കെ ചില പരീക്ഷണങ്ങളൊക്കെ വരുന്നല്ല. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഉറപ്പായും പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ പിന്നെ സഹോദരങ്ങൾ, ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഇത് പടച്ചോനുണ്ടാകുമെന്ന് പറഞ്ഞൊരു കാര്യമാണ് സംഭവിക്കണത്. ജീവിതത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കിയാൽ തീർച്ചയായും നമുക്ക് ക്ഷമിക്കാനാകുമെന്നാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, എല്ലാം പടച്ചോൻ്റെതാണല്ലോ. നമ്മളടുത്തുള്ള സർവ്വതും അത് അള്ളാഹുവിൻ്റെതാണ്. സൈനബ് റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ, അവരുടെ കുട്ടി മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മരണവാർത്ത അറിയിച്ച സന്ദർഭത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത, എന്തൊക്കെ തിരിച്ചെടുത്തോ അതൊക്കെ പടച്ചോനുള്ളതാണ്. വലഹു മാ അഅത, എന്തൊക്കെ കിട്ടിയോ ആ കിട്ടിയതും അല്ലാഹുക്കുള്ളതാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, എല്ലാറ്റിനും പടച്ചോൻ നിശ്ചയിച്ചൊരവധി ഉണ്ട്. ആ അവധി വരെയാണ് അത് ഉണ്ടാകുക. പടച്ചോൻ തിരിച്ചെടുക്കും, ചിലത് പടച്ചോൻ തരും. തന്നതാണെങ്കിലും തിരിച്ചെടുത്തതാണെങ്കിലും എല്ലാം അല്ലാഹുക്കുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമുർഹാ ഫൽതസ്ബിർ വൽതഹ്തസിബ്, അതുകൊണ്ട് അവളോട് ക്ഷമിക്കാൻ, പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറയാ. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. എന്തൊക്കെ നമ്മളെടുത്തുണ്ടെങ്കിലും, വാഹനമാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, വീടാകട്ടെ, കച്ചവടമാകട്ടെ, നമ്മുടെ സമ്പാദ്യമാകട്ടെ, ജോലിയാകട്ടെ, ആരോഗ്യമാകട്ടെ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാം പടച്ചോനുള്ളതാണ്. ചിലത് ചില സമയത്ത് അല്ലാഹ് തിരിച്ചെടുക്കും, ചിലത് തരും. എല്ലാം അല്ലാഹുക്കുള്ളതാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ക്ഷമിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, വിശ്വാസിക്കൊരിക്കലും നഷ്ടമില്ല എന്നാണ്. ഭൗതികമായ ചില കണക്കിലൊക്കെ നമ്മൾ നഷ്ടം പറയുമെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നഷ്ടമുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് യഗ്രിസു ഗർസൻ ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സ്വദഖ വമാ സുരിഖ മിൻഹു ലഹു സ്വദഖ വലാ യുർസഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സ്വദഖത്തുൻ ഇലാ യൗമിൽ ഖിയാമ. ഒരു മുസ്ലിം ഒരു കൃഷി എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചു, ഇല്ലാ മാ കാന ഉകില മിൻഹു ലഹു സ്വദഖ, അതിൽ നിന്ന് ആരൊക്കെ തിന്നോ അതൊക്കെ അവന് സ്വതക്കയാണ്. വേറൊരു ഹദീസിൽ ഇതേ കാര്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പക്ഷികളോ മൃഗങ്ങളോ ആരതിൽ നിന്ന് ഭക്ഷിച്ചാലും അവന് സ്വതക്കയാണ്. വമാ സുരിഖ മിൻഹു ലഹു സ്വദഖ. നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു വിശാലമായ കാരുണ്യം. അതിന്ന് ആരെങ്കിലും ചിലത് മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അതും അവന് സ്വതക്കയാണ്.
വലാ യർസഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖത്തുൻ ഇലാ യൗമിൽ ഖിയാമ. അതൊന്നും ആര് എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും അതൊക്കെ പരലോകത്ത് അവനൊരു സ്വതക്കയുടെ കൂലിയായിരിക്കുന്നതാണ്. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസൻ വലാ ഗം. ഒരു മുസ്ലിമിന് ഒരു ക്ഷീണം, ഒരു പ്രയാസം, ഒരു രോഗം, ഒരു ദുഃഖം, ഒരു മനക്ലേശം ഇതൊന്നും സംഭവിക്കൂല. ഹത്ത ഷൗക, ഒരു മുള്ളു വരെ, യുഷാകുഹ, അവനെ പോറലേൽപ്പിക്കുന്ന ഒരു മുള്ളു പോലും, ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖത്തായ, അവൻ്റെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് പുറത്തു കൊടുത്തിട്ടല്ലാതെ. പിന്നെ സഹോദരങ്ങൾ, എന്ത് നഷ്ടം നമുക്കുള്ളത്? ഒരാളൊരു കൃഷി ഉണ്ടാക്കി അതൊന്ന് ഒരാൾ കട്ടെടുത്ത് കൊണ്ടുപോയാൽ സ്വതക്കയായി പടച്ചോൻ പരലോകത്ത് തരും. ഒരു 10 മിനിറ്റ് മനസ്സ് ദുഃഖിക്കുന്ന എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ പരലോകത്ത് അല്ലാഹു നമ്മുടെ പാപം അതുകൊണ്ട് പുറത്തു തരും. സമ്പത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ പടച്ച റബ്ബ് അതിന് സ്വതക്കയുടെ കൂലി പരലോകത്ത് തരുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയുക? 4-മത്തെ കാര്യം സഹോദരങ്ങളെ, നഷ്ടപ്പെട്ട എന്തുണ്ടോ ഉത്തമമായത് അള്ളാഹ് നമുക്ക് പകരം തരും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു മുസ്ലിമിന് എന്തൊരു പ്രയാസം ഉണ്ടായാലും അവൻ ഇങ്ങനെ പറയണമെന്നാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഞാൻ അല്ലാഹുക്കുള്ളതാണ്, അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങാനുള്ളതാണ്. അതുകൊണ്ട് പടച്ചോനെ, എനിക്കുണ്ടായി മുസീബത്തിൽ നീ എനിക്ക് കൂലി തരണം, ഇതിനേക്കാൾ ഉത്തമമായത് നീ എനിക്ക് പകരം തരണം എന്നൊരു വിശ്വാസി ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ല അഖ്ലഫല്ലാഹു ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവന് കൊടുക്കാതിരിക്കൂല എന്നാണ്. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കണം, അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഒരു തികഞ്ഞ നല്ല സ്വഭാവമുള്ളൊരു നല്ല വിശ്വാസിയാണ്, അതിനേക്കാളൊക്കെ ഉത്തമമായ ആരെയാണ് എനിക്ക് പകരം കിട്ടുക? പക്ഷേ അള്ളാൻ്റെ റസൂലിനെയാണ് പടച്ചോൻ എനിക്ക് പകരം തന്നത് എന്നാണ്. സഹോദരങ്ങളെ, നമുക്കെന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം തരുന്നതാണ്. അതുകൊണ്ട് എന്ത് മുസീബത്ത് ഉണ്ടാകുമ്പോഴും നമ്മൾ ഇങ്ങനെ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട ഒരു വാക്കല്ല അത്. എന്ത് ദുരിതം നമുക്കുണ്ടായാലും മറ്റുള്ളവർക്കുണ്ടായാലും നമ്മൾ ഇത് പറയണം, പടച്ചോനെ ഇതിൽ കൂലി തരണം, ഇതിനേക്കാൾ ഉത്തമമായത് നീ എനിക്ക് പകരം തരണം. ഈ 5 ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കാനായാൽ സഹോദരങ്ങൾ, ഏത് പ്രതിസന്ധിയിലും നമുക്ക് ക്ഷമിക്കാനാകും. അപ്പോഴാണ് അത്ഭുതമാകുന്നൊരു വിശ്വാസിയായി നമ്മൾ മാറുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികൾ പലതും വരും, പരീക്ഷണങ്ങൾ പല നിലക്ക് അല്ലാഹു തരും. അവിടെയൊക്കെ ഈ ചിന്തകളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയണം. പിന്നെ സഹോദരങ്ങളെ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ അകപ്പെട്ടവർക്ക് അതൊരു പരീക്ഷണമാണ്. എങ്ങനെയായിരിക്കും അവൻ്റെ പ്രതികരണം? എന്ത് വാക്കൊക്കെയാണ് പറയുക? എങ്ങനെയാണ് അടുത്ത ഒരു നിമിഷത്തെ അവൻ കൈകാര്യം ചെയ്യുക? ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. രക്ഷപ്പെട്ടവർക്കും പരീക്ഷണമാണ്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി അവൻ്റെ കണ്ണുമുന്നിൽ വന്നിട്ട് ഒരു ചാണകലെ വന്ന് നിന്ന് അവസാനിച്ചല്ലോ, തലനാരിഴക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നിട്ട് അവൻ എങ്ങനെ പ്രതികരിച്ചു? ഒരു നന്ദി കാണിക്കുന്ന പെരുമാറ്റം ഉണ്ടായോ? അതിനുശേഷം അവൻ്റെ ദീനീ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു സജീവത അവനുണ്ടായോ? പടച്ചോനെ കുറച്ചും കൂടിയൊക്കെ ബോധ്യപ്പെട്ട് പടച്ചോൻ്റെ മുന്നിൽ കീഴൊതുങ്ങുന്നൊരവസ്ഥ അവനുണ്ടായോ? അതും പരീക്ഷണമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നവർക്ക് അത് പരീക്ഷണമാണ്, രക്ഷപ്പെട്ടവർക്ക് പരീക്ഷണമാണ്. കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളുടെ ഒരു പ്രത്യേകത ഇതാണ്, നാം വിചാരിക്കാതെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പക്ഷെ പരലോകത്തേക്ക് മാറ്റിവെച്ചത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. അതുകൊണ്ട് എപ്പോഴും സമ്പത്തിൻ്റെ ഒരു നല്ല ഭാഗം പരലോകത്തേക്ക് മാറ്റിവെച്ചതായിരിക്കണം നമ്മുടെ കണക്ക്. അതൊരിക്കലും ഒരു പേമാരിക്കും ഒരു അഗ്നിബാധക്കും ഒരു കൊടുങ്കാറ്റിനും പരലോകത്തേക്ക് മാറ്റിവെച്ച ഓഹരിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയൂലെന്നാണ്. സ്വർഗത്തിൻ്റെയും ദുനിയാവിൻ്റെയും വ്യത്യാസം തന്നെ
ദുനിയാവ് കിട്ടിയതിനേക്കാൾ വേഗത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്നതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്തൊരു അനുഗ്രഹം കിട്ടിയത് പിന്നെ അവിടെ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ആ സ്വർഗത്തിന് എത്ര ഓഹരി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ കൂടി സഹോദരങ്ങളെ, ചിലതൊക്കെ നമ്മെ പ്രാപ്തമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയായി സ്വഹാബത്ത് പറയുന്നൊരു കാര്യം, എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഗുണകരമായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ്സാലിഹാത്ത്. പടച്ചോൻ്റെ നിഅ്മത്തുകൊണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്, ആ റബ്ബിനാണ് സർവ്വസ്തുതിയും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയും. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമാണ് ഉണ്ടാകുന്നതെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. പിന്നെ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കിശ് ശഖാ വസൂഇൽ ഖലാ വശമാതതിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ ജഹദിൽ ബലാ, പരീക്ഷണങ്ങളുടെ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, വദർക്കിശ് ശഖാ, ദൗർഭാഗ്യകരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന്, വസൂഇൽ ഖലാ, മോശമായ വിധികളിൽ നിന്ന്, വശമാതതിൽ അഅദാ, അപ്രകാരം തന്നെ ശത്രു ഉണ്ടാക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിക്കണം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ സവാലി നിഅ്മതിക്, നീ തന്ന അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, വതഹവ്വുലി ആഫിയതിക്, അതുപോലെ തന്നെ അല്ലാഹുവേ നീ തന്ന ഈ ആഫിയത്ത് മാറിപ്പോകുന്നതിൽ നിന്ന്, ഈ ശരീരത്തിൻ്റെ ആരോഗ്യവും സൗഖ്യവും മാറിപ്പോകുന്നതിൽ നിന്ന്, വഫുജാഅത്തി നിഖ്മതിക്, പെട്ടെന്നുണ്ടാകുന്ന നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്, വജമീഇ സഖ്തിക്, നിന്റെ സകല കോപങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കിശ് ശഖാ വസൂഇൽ ഖലാ വശമാതതിൽ അഅദാ. മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅ്മതിക് വതഹവ്വുലി ആഫിയതിക് വഫുജാഅത്തി നിഖ്മതിക് വജമീഇ സഖ്തിക്. ഇതൊക്കെ നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നുള്ളത് ഒരു വലിയ കവചമാണ്. അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുക. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ തരുന്നത് നേരത്തെ പറഞ്ഞ ചിലതൊക്കെ നമുക്ക് നേടിയെടുക്കാനും നമ്മോടുള്ള അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നല്ലവരായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ച പ്രോഫ്കോൺ എന്ന നമ്മുടെ പ്രോഗ്രാമിനാണ് 29ാമത് പ്രോഫ്കോൺ. ഇന്ന് അസറിന് ശേഷം മംഗലാപുരത്ത് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വലിയൊരു സംഖ്യ നമ്മുടെ ഈ ശാഖയിൽ നിന്ന് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഏകദേശം ഒരു 50,000-ഓളം രൂപ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ മാർഗത്തിൽ കഴിവിൻ്റെ പരമാവധി സഹകരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ മാറ്റിവെക്കുന്നതേ ഉണ്ടാകുള്ളൂ എന്ന ചിന്ത അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. രണ്ടാമത്തൊന്ന്, നമ്മുടെ ചുഴലിയിലുള്ള സജീവ പ്രവർത്തകനായിട്ടുള്ള സുഹൃത്ത് സമീർ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വലിയ രോഗാവസ്ഥയിലാണ്. ആ പിതാവും നമ്മുടെ ദീനി മാർഗത്തിലുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടാകണം. അതുപോലെ നമുക്കറിയാം, ഇന്നലെ ഒരു വലിയ ദുഃഖകരമായ കാര്യം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. നേരത്തെ പറഞ്ഞ പോലെ അതിലൊരു ഖൈറുണ്ടാകും. ഈ പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുക്കുന്ന, ഈ ദീനീ കാര്യങ്ങളോടൊക്കെ സജീവമായി ഇടപെടുന്ന, പല കാര്യങ്ങളിലും വലിയ അനുഭാവം പുലർത്തി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പലർക്കും അതിൽ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഏറ്റവും ഉത്തമമായത് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ നഷ്ടങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നന്മകൾ തിരിച്ചു കൊടുക്കുമാറാകട്ടെ. പെട്ടെന്നുണ്ടാകുന്ന നഷ്ടങ്ങളിൽ മനസ്സ് നൊന്തു പോകാതിരിക്കാൻ, ക്ഷമയോടുകൂടി കാര്യങ്ങളെ തരണം ചെയ്യാൻ അവർക്കൊക്കെ ഈമാനികമായ കരുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉപജീവന മാർഗം പെട്ടെന്നങ്ങ് അടഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നതാണ്. ഏകദേശം 40-ലധികം വരുന്ന ബിസിനസ് സംരംഭങ്ങൾ ഒറ്റയടിക്ക് ഒരു നാട്ടിൽ നിന്ന് അസ്തമിച്ചു പോകുക എന്ന് പറയുമ്പോൾ അത് നാടിന് പ്രയാസമാണ്. അല്ലാഹു എല്ലാറ്റിലും ഉത്തമമായത് ഈ നാടിന്, ആ വ്യക്തികൾക്ക് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നേരിടുന്ന പരീക്ഷണങ്ങളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യാനുള്ള ഈമാനിക കരുത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും റബ്ബ് മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചാലും യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക അഅദാഅദ്ദീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين.